നാളികേരവും പഞ്ചസാരയും കോൺഫ്ലോറും ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ട് പുഡിങ് റെഡിയാക്കി എടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നാളികേരത്തിൻ്റെ പാലൊക്കെ ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് പാല് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ബാക്കി പാലൊരു നുള്ള ഉപ്പും പഞ്ചസാരയും കൂടി ചേർത്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അത് തിളച്ച് വരുന്ന ടൈമിൽ മാറ്റി വെച്ച ആ തേങ്ങാപ്പാലിലോട്ട് ഒരു 3 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്തിട്ടൊന്ന് ഇളക്കിയിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം, കട്ട പിടിക്കാതെ. കോൺഫ്ലോർ കൂടാനായിട്ട് പാടില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിക്കായിട്ട് വരും. ലൂസാവാനും പാടില്ല, അധികം ടൈറ്റ് ആവാനും പാടില്ല കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ അത് ഒന്ന് മുറുക്കിയെടുത്തിട്ട് ഇതേപോലുള്ളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതിന് മുകളിലോട്ട് നാളികേരം ഡെക്കറേഷന് വേണമെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് ശേഷം അത് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിരുന്നത്. ഇതാ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള, നല്ല കാണാനും നല്ല ഭംഗിയുണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചൈന ഗ്രാസ് ഒന്നും ഇല്ലാതെ തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ.